അന്ന് നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഈ ഹെയർ ബൺസിൻ്റെയൊക്കെ ഒരു ഓർഗനൈസർ ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് ഓർഗനൈസറായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഓർഗനൈസർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ്. നമ്മൾ ആദ്യം ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളറിലുള്ള ഒരു പേപ്പർ എടുക്കുക. എന്നിട്ട് ആ പേപ്പർ രണ്ടായിട്ട് മടക്കുക. എന്നിട്ട് ആ മടക്കിയ ഭാഗം ഇതുപോലെ റോൾ ചെയ്ത് ഒട്ടിച്ച് വെക്കുക. നമ്മളന്ന് ഉണ്ടാക്കിയാൽ ഇങ്ങനത്തെ സാധനമാണ് ഉള്ളതുകൊണ്ട് ഇതുപോലെ തുളയുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ തുളയില്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയാലും മതി. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച സാധനം ഇതുപോലെ അതിൽ കയറ്റി വെക്കാം. ഇപ്പോൾ 2 തരം ഉള്ളതുകൊണ്ടാണ് ഞാൻ 2 റോൾ ഉണ്ടാക്കിയിട്ട് വെക്കുന്നത്. ഇനി നമുക്ക് ഇത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസർ വേണം. അപ്പം അത് ഞാൻ ഉണ്ടാക്കാം കേട്ടോ. അതിനായിട്ട് ഇതുപോലത്തെ ചെറിയൊരു പീസ് കാർഡ്ബോർഡ് ആവശ്യമാണ്. എന്നിട്ട് ഈ റോൾ ഇങ്ങനെ വെച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര വലിയ ദ്വാരമാണ് ഇതിൽ ആവശ്യമുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഇതുപോലെ കത്രിക വെച്ചിട്ട് ഇങ്ങനെ റൗണ്ടിൽ ഒരു ദ്വാരമാക്കി കൊടുക്കുക. ആക്കിയത് ചെറിയ രീതിയിൽ ലൂസാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മാസ്കിംഗ് ടാപ്പോ അല്ല വേറെ ഏതെങ്കിലും കട്ടിയുള്ള ടാപ്പ് ഉണ്ടെങ്കിൽ ഇതുപോലെ മുറിച്ചിട്ട് ആ ഒരു ഭാഗത്തേക്ക് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് കയറ്റി വെക്കുക. കയറ്റി വെച്ചതിന് ശേഷം ആ മാസ്കിംഗ് ടാപ്പോ അല്ല വേറെ ടാപ്പ് വെച്ചിട്ട് സൈഡിൽ ഇതേപോലെ കവർ ചെയ്ത് കൊടുക്കാം. എന്തിനാണെന്ന് വെച്ചാൽ ആ റോള് ഒന്ന് ഇതേപോലെ അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളത്ര നിങ്ങൾക്ക് ഒട്ടിച്ച് വെക്കാവുന്നതാണ്. എത്രത്തോളം അനങ്ങുന്നുണ്ടോ അത്രത്തോളം ഒട്ടിച്ച് വെക്കുക. അനങ്ങാതിരിക്കുന്നത് വരെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇതേപോലെ ഒരു പേപ്പർ കഷ്ണം എടുത്ത് വെക്കണം. അത് ആയില്ല. ഇനി നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇതിൻ്റെ ബാക്കിൽ അത് താഴോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ടാപ്പ് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ഒരു പേപ്പർ വെച്ച് അത് കവർ ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ബൺസൊക്കെ ഇതുപോലെ ഇതിൻ്റെ അകത്തേക്ക് കയറ്റി വെക്കാവുന്നതാണ്. അപ്പം ഞാൻ 2 ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ചുമരിലോ അല്ലെങ്കിൽ ഷെൽഫിലോ എവിടെ വേണമെങ്കിൽ ഒട്ടിക്കാവുന്നതാണ്. നമ്മുടെ സംഭവം വരെ സെറ്റായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.